നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ഘർമാതപം കുളനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവു തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 33-ാം പദ്യം. ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയൊടു ചെമ്മേ പറഞ്ഞു നിജപത്നീം പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മറുകിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലധ നാരായണായ നമഃ. നിജപത്നിയും പിരിഞ്ഞളവ് കാട്ടിൽ പാർക്കുമ്പോൾ തൻ്റെ ഭാര്യയായ സീതയുമായി വേർപിരിഞ്ഞ് അന്വേഷിച്ചു നടക്കുമ്പോൾ കുളിർനിലാവ്, എങ്ങും പരന്ന കുളിർനിലാവ് കണ്ടിട്ട് ഘർമാതപം എന്ന് ഗ്രീഷ്മകാലത്തെ കഠിനമായ വെയിലാണെന്ന് ചെമ്മേ മടി കൂടാതെ തമ്പിയോട് പറഞ്ഞു, അനുജനായ ലക്ഷ്മണനോട് പറഞ്ഞ് വിലപിച്ചു. അതാ പിന്നീടൊരിക്കൽ കൃഷ്ണാവതാര കാലത്ത് വൃന്ദാവനത്തിൽ വെച്ച് മൃഗാക്ഷികളെ, തന്നിൽ പ്രേമാസക്തരായ ഗോപികമാരെ തന്നെ തിരഞ്ഞ് കാട്ടിൽ തന്നെ അന്വേഷിച്ചു നടത്തി മറുകിച്ചു, വല്ലാതെ വിഷമിപ്പിച്ചു. നാരായണായ നമഃ, നാരായണന് നമസ്കാരം. ശ്രീരാമാവതാരത്തിൽ കാട്ടിൽ പാർക്കുമ്പോൾ തൻ്റെ ഭാര്യയായ സീതയുമായി വേർപിരിഞ്ഞ് അന്വേഷിച്ചു നടക്കുമ്പോൾ എങ്ങും പരന്ന നിലാവ് കണ്ടിട്ട് ഗ്രീഷ്മകാലത്തെ കഠിനമായ വെയിലാണെന്ന് അനുജനായ ലക്ഷ്മണനോട് പറഞ്ഞ് വിലപിച്ചു. പിന്നീടൊരിക്കൽ കൃഷ്ണാവതാര കാലത്ത് വൃന്ദാവനത്തിൽ വെച്ച് തന്നിൽ പ്രേമാസക്തരായ ഗോപികമാരെ കാട്ടിൽ തന്നെ തിരഞ്ഞു നടത്തിച്ച് വല്ലാതെ വിഷമിപ്പിച്ചു. നാരായണന് നമസ്കാരം. കുളിർനിലാവ് ഘർമാതപമായി. സീതയെ രാവണൻ അപഹരിച്ചതോടെ ശ്രീരാമ ലക്ഷ്മണന്മാർ ജാനകിയെ തിരഞ്ഞ് കാട്ടിലെങ്ങും സഞ്ചരിച്ചു. അക്കാലത്ത് പ്രകൃതിയിലെ സൗന്ദര്യം മുഴുവൻ വിരഹിയായ രാമന് ദുഃഖപ്രദമായി തോന്നി. ബാലിവധം കഴിഞ്ഞ് രാമൻ പ്രസ്രവണ പർവ്വതത്തിൽ താമസിക്കുമ്പോൾ ഈ സ്ഥിതി വല്ലാതെ മൂർച്ഛിച്ചു. ശരത്കാലമായി. സുഗ്രീവൻ സീതാന്വേഷണത്തിന് യത്നമൊന്നും ആരംഭിക്കുന്നതായി കണ്ടില്ല. ഈ സന്ദർഭത്തിൽ രാമൻ ലക്ഷ്മണന്റെ മുമ്പിൽ സീതയെ ചൊല്ലി ഇങ്ങനെ വിലപിച്ചു. എന്നെയും കാണാഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനെന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെപ്പോലെയായിതു. ചന്ദ്രൻ്റെ പൂനിലാവ് രാമന് സൂര്യൻ്റെ കഠിനാതപം പോലെ തോന്നിയെന്നാണല്ലോ ഒടുവിലത്തെ വരിയുടെ താൽപ്പര്യം. സീതയെ ചൊല്ലിയുള്ള രാമൻ്റെ ഈ വിലാപം തന്നെയാണ് ഘർമാതപം കുളിർനിലാവെന്ന് തമ്പിയോട് പറഞ്ഞതായി കവി വിവരിച്ചിരിക്കുന്നത്. മൃഗാക്ഷികളെ വൃന്ദാവനത്തിൽ തന്നെ തിരഞ്ഞ് മറുകിച്ചു. ഒരു ദിവസം മനോമോഹനമായ ശരത്കാല രാത്രിയിൽ ഉണ്ണിക്കണ്ണൻ വൃന്ദാവനത്തിൽ വേണുഗാനം മുഴക്കി. മധുരമായ വേണുഗാനം കേട്ട് അനുരക്തരായ ഗോപികമാർ കൃഷ്ണന് ചുറ്റും തടിച്ചുകൂടി. കൃഷ്ണൻ അവരുമായി രാസലീലയിൽ ഏർപ്പെട്ടു. കൃഷ്ണൻ തികച്ചും തങ്ങൾക്ക് വശംവദനായി കഴിഞ്ഞു എന്ന് ഗോപികമാർ അഭിമാനിച്ചു.
ഈ അഭിമാനം ശമിപ്പിക്കാനായി ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്തു. വിരഹാതുരരായ ഗോപികമാർ വിലപിച്ചുകൊണ്ട് കാട് മുഴുവൻ ഭഗവാനെ അന്വേഷിച്ചു നടന്നു. ഒരിടത്തും ഭഗവാനെ കണ്ടെത്താതെ അവർ കാളിന്ദി നദിയുടെ പുളിനത്തിൽ വീണ്ടും ഒരുമിച്ചുകൂടി. അഭിമാനം വെടിഞ്ഞ് കൃഷ്ണനെ സ്തുതിക്കാൻ തുടങ്ങി. ഗോപികമാരുടെ ഈ സ്തുതിയാണ് ജയതിദേധികം ജന്മനാവ്രജ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ഗോപികാഗീതം. ഭാഗവതം ദശമത്തിൽ 31 അധ്യായമാണ് ഗോപികാഗീതം. ഒടുവിൽ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു. ഒരിടത്ത് താൻ പ്രിയതമയെ അന്വേഷിച്ചു നടന്നു വിലപിക്കുന്നു. മറ്റൊരിടത്ത് പ്രേമവതികളായ ഗോപികമാരെ തന്നെ തിരഞ്ഞ് മറുകിക്കുന്നു. ഇതെന്തൊരു പരസ്പര വൈരുദ്ധ്യമാണെന്നാണ് പ്രസ്തുത ശ്ലോകത്തിൽ കവി സംശയിച്ചിരിക്കുന്നത്. പ്രേമപ്രകടനത്തിൽ ഭഗവാൻ പൊരുത്തമില്ലാതെ പെരുമാറുന്ന മറ്റു 2 ദൃഷ്ടാന്തങ്ങളാണ് 34 പദ്യത്തിൽ വെളിപ്പെടുത്തുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.